So in our previous class നമ്മൾ എന്തൊക്കെയാണ് കണ്ടത്? Tetrapods, what are their features and some of its example. Then limb anatomy. അതിനുശേഷം 3 axis formation കണ്ടു, which includes posterior anterior axis, then dorsal ventral axis, and then proximal distal axis. Alright. After that we looked the skeletal pattern of limb, which include stylopod, zeugopod, and autopods. Okay. Before moving into further details, let's check out some of the terminology. Okay, so what is the mesoderm? As you know, during gastrulation process, gastrulation എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? It is the formation of germ layers. Okay, gastrulationന്റെ ടൈമിൽ ഫോം ചെയ്യുന്ന ഒരു germ layer ആണ് mesoderm, and അതിൻ്റെ occurrence എവിടെയാണ്? It occurs between the ectoderm and the endoderm. As the name suggests, ectoderm എന്ന് പറയുന്നത് outer portion, endoderm means inner portion of the germ layers. Okay, അതിൻ്റെ രണ്ടിനും ഇടയ്ക്കാണ് mesoderm ലൈ ചെയ്യുന്നത്. And the next term is pharyngeal mesoderm, which you can see in this figure. Okay, pharyngeal mesoderm location കണ്ടല്ലോ near to the head ആണ്. So നമ്മുടെ definition പോകുന്നത് ഇങ്ങനെയായിരിക്കും: located in the head region of the developing embryo. Okay, developing embryoയുടെ head regionലാണ് pharyngeal mesodermന്റെ location, and they are the major source of cells which contribute to the broad regions of the heart as well as to the head musculature. Okay, so ഇത്രയും ഓർത്താൽ മതി. pharyngeal mesodermന്റെ കേസിൽ it is a mesoderm and it lies in the head region of the developing embryo. All right. Then comes the lateral plate mesoderm. നമ്മളുടെ developing embryoയിൽ we have anterior lateral plate mesoderm and posterior lateral plate mesoderm. So ഇതിന്റെ namingൽ നിന്നും we can understand that the first one is seen towards the anterior portion and the second one is seen towards the posterior portion. Okay, so lateral plate mesoderm എന്താ ചെയ്യുന്നത്? They form the progenitor cells that constitute heart and cardiovascular system, blood, kidneys, smooth muscle lineage, limb skeleton in the developing vertebrate embryo. Okay, so from this definition it is clear that from the lateral plate mesoderm the limb skeleton forms. Next, this figure represents the prospective forelimb field of salamander. ഇനി എന്തായിരുന്നു limb bud? Limb bud എന്ന് പറയുന്നത് bilateral bulges. Okay, ഇപ്പോൾ ഈ ഒരു സെക്ഷൻ കാണിച്ചിരിക്കുന്നത് അങ്ങനത്തെ ഒരു ബൾജാണ്. ഇതിൻ്റെ സെൻട്രൽ പോർഷൻ കാണാമല്ലോ. ഇതാണ്. ഇവിടെ നിന്നുമായിരിക്കും ഫ്രീ ലിംബ് ഫോം ചെയ്യുന്നത്. ഇതിൻ്റെ ചുറ്റുവട്ടത്ത് കാണുന്ന കുറച്ച് സെൽസ് ഉണ്ട്. ദേ ആർ പെരിബ്രാക്കിയൽ ഫ്ലാങ്ക് ടിഷ്യൂസ് ആൻഡ് ഷോൾഡർ ഗേർഡിൽ. ഓക്കെ, ഇവരുടെ ഇമ്പോർട്ടൻസ് വരുന്നത് എപ്പോഴാണ്? ഡ്യൂറിങ് അവർ എക്സ്പെരിമെൻ്റൽ പ്രോസസ്സസ് ഈ ഒരു സെൻട്രൽ സെൽസിനെ നമ്മൾ റിമൂവ് ചെയ്യുവാണെങ്കിൽ അല്ലെങ്കിൽ കംപ്ലീറ്റ്ലി ഡിസ്ട്രോയ് ചെയ്യുവാണെങ്കിൽ ഫോർ ദ ഫോർമേഷൻ ഓഫ് ലിംബ് ദീസ് സെൽസ് വിൽ ഗെറ്റ് ഇൻ ടു ആക്ഷൻ. ഓക്കെ, അതായത് ഇവർ രണ്ടുപേരും they will compensate the function of central cells and thus the limb formation will occur. സപ്പോസ് നമ്മൾ ഈ ഒരു കംപ്ലീറ്റ് സെൽസിനെയും റിമൂവ് ചെയ്തെന്ന് വിചാരിക്കുക. അതായത് ഈ സെൻട്രൽ സെൽസിനെയും ഈ 2 sets of സെൽസിനെ നമ്മൾ റിമൂവ് ചെയ്തെന്ന് വിചാരിക്കുക. ആസ് എ റിസൾട്ട് സംഭവിക്കുന്നത് ലിംബ് ഫോർമേഷൻ വിൽ നോട്ട് ഒക്കർ. ഓക്കെ, ഫ്രം ദിസ് വി ക്യാൻ കൺക്ലൂഡ് ദാറ്റ് ദിസ് കംപ്ലീറ്റ് റീജിയൻ, ഇത്രയും കംപ്ലീറ്റ് റീജിയനെയാണ് നമ്മൾ ലിംബ് ഫീൽഡ് എന്ന് പറയുന്നത്. സോ നെക്സ്റ്റ് ഈസ് എമർജൻസ് ഓഫ് ലിംബ് ബഡ്, അല്ലെങ്കിൽ ഇവിടെ നിന്നുള്ള ലിംബ് ബഡിൻ്റെ എമർജൻസ് എങ്ങനെയാണെന്നാണ് നോക്കുന്നത്. ബിഫോർ ദാറ്റ് യു മസ്റ്റ് ബി ക്ലിയർ അബൌട്ട് ദ മീസോഡേം ആൻഡ് എക്ടോഡേം. ഓക്കെ, കാരണം ഇവിടെ സംഭവിക്കുന്നത് ലിംബ് ബഡിൻ്റെ ഫോർമേഷൻ അല്ലെങ്കിൽ ഇനീസിയേഷനിൽ ഇൻവോൾവ്മെൻ്റ് ഉള്ളത് ലാറ്ററൽ പ്ലേറ്റ് മീസോഡേമിനും സൊമൈറ്റ്സിനുമാണ്. ഓക്കെ, സംഭവിക്കുന്നത് എന്താണ്? ഈ ലാറ്ററൽ പ്ലേറ്റ് മീസോഡേമിൽ നിന്നും സൊമൈറ്റ്സിൽ നിന്നും കുറച്ച് സെൽസ് മൈഗ്രേറ്റ് ചെയ്യുന്നുണ്ട്. ഏത് സെൽസാണ്? മീസെൻകൈമൽ സെൽസ് മൈഗ്രേറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ദേ വിൽ മൈഗ്രേറ്റ് ആൻഡ് സംഭവിക്കുന്നത് ഇതിൻ്റെ ഈ ഒരു സ്ട്രക്ചറിൻ്റെ അപ്പർ പോർഷനിൽ എക്ടോഡം പോർഷനോട് ഈ ബ്ലൂ കളറിൽ കാണിച്ചിരിക്കുന്നത് എക്ടോഡമാണ്. ഓക്കെ, ഇത് എക്ടോഡം, ഈ കാണിച്ചിരിക്കുന്നത് മീസോഡം, ഇതൊക്കെ മീസോഡമാണ്. ഓക്കെ, സോ സംഭവിക്കുന്നത് മീസെൻകൈമൽ സെൽസ് സൊമൈറ്റ്സിൽ നിന്നും ലാറ്ററൽ പ്ലേറ്റ് മീസോഡേമിൽ നിന്നും വരുന്നുണ്ട്. ഇനി ലാറ്ററൽ പ്ലേറ്റ് മീസോഡേമിൽ നിന്നും വരുന്ന മീസെൻകൈമൽ സെൽസ്, അതാണ് ഈ ഡോട്ട്സ് കാണിച്ചിരിക്കുന്നത്. അവരെന്താ സംഭവിക്കുന്നത്? ദേ വിൽ ഫോം ലിംബ് സ്കെലറ്റൽ പ്രിക്കേഴ്സർ. ഓക്കെ, പിന്നെ സൊമൈറ്റ്സിൽ നിന്നും വരുന്ന മീസെൻകൈമൽ സെൽസ് എന്ത് ചെയ്യും? ദേ വിൽ ഫോം ലിംബ് മസിൽ പ്രിക്കേഴ്സർ. ആൻഡ് നമ്മൾ പറഞ്ഞു ലാറ്ററൽ പ്ലേറ്റിൽ നിന്നും വരുന്നത് സ്കെലറ്റൽ പ്രിക്കേഴ്സർ ആകും, സൊമൈറ്റ്സിൽ നിന്നും വരുന്ന മീസെൻകൈമൽ സെൽസ് മസിൽ പ്രിക്കേഴ്സർ ആകും. ഓക്കെ, പിന്നെ ഇവർ ചെയ്യുന്നത് എന്താണ്? ഈ മീസെൻകൈമൽ സെൽസ് ചെയ്യുന്നത് ദേ വിൽ പ്രോളിഫറേറ്റ് അണ്ടർ ദ എക്ടോഡം. ഈ എക്ടോഡം ഉണ്ടല്ലോ, അതായത് ഈ ലാറ്ററൽ പ്ലേറ്റ് മീസോഡോമിൻ്റെ ഒക്കെ മുകളിൽ കിടക്കുന്ന എക്ടോഡം, ഇതിൻ്റെ താഴെ ഈ പറഞ്ഞിരിക്കുന്ന മീസെൻകൈമൽ സെൽസ് പ്രോളിഫറേറ്റ് ചെയ്യും, വല്ലാണ്ട് പ്രോളിഫറേറ്റ് ചെയ്യും. ആസ് എ റിസൾട്ട് ഈ ലിംബ് ബഡ് ഫോം ചെയ്യും അല്ലെങ്കിൽ ഇനിഷ്യേറ്റ് ചെയ്യും. ഓക്കെ, ഇങ്ങനെ ഒരു
ബഡ് ഫോർമേഷൻ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇപ്രകാരമായിരിക്കും ലിംബ് ബഡിൻ്റെ എമർജൻസ് അല്ലെങ്കിൽ ഇനീസിയേഷൻ. This is just the definition of mesenchymal cells. Okay, just go through it. So from the figures it is clear that നമ്മൾ ആദ്യമേ കണ്ട ഫിഗർ, ഓക്കെ, അവിടെ ദ ലാർജർ ഏരിയ റെപ്രസെൻറ്റിംഗ് ഓൾ ദ സെൽസ് ഇൻ ദ ഏരിയ capable ഓഫ് ഫോമിങ് എ ലിംബ് ഓൺ ദെയർ ഓൺ ഈസ് ദ ലിംബ് ഫീൽഡ്. ഓക്കെ, സോ ലിംബ് ഫീൽഡ് എന്താണെന്നുള്ളത് ക്ലിയർ ആയല്ലോ. ഇനി ലിംബ് ബഡ് എവിടെ നിന്നാണ് ഡിറൈവ് ചെയ്തിരിക്കുന്നത്? ഫ്രം ദി ലാറ്ററൽ പ്ലേറ്റ് മീസോഡം, അഡ്ജസൻറ്റ് സൊമൈറ്റ്സ് ആൻഡ് ബഡ്സ് ഓവർലൈങ് എക്ടോഡം. അതുകൊണ്ടാണ് എക്ടോഡമും മീസോഡമും അറിഞ്ഞിരിക്കണമെന്ന് പറഞ്ഞത്. ഓക്കെ, ഇനി ലാറ്ററൽ പ്ലേറ്റിൽ നിന്നുമുള്ള മീസെൻകൈമൽ സെൽസ് അവർ മൈഗ്രേറ്റ് ചെയ്യും വിത്തിൻ ദ ലിംബ് ഫീൽഡ്. എന്നിട്ട് എന്ത് ഫോം ചെയ്യും? ദേ വിൽ ഫോം ദ ലിംബ് സ്കെലറ്റൽ പ്രിക്കേഴ്സർ. ഓക്കെ, പിന്നെ സൊമൈറ്റ്സിൽ നിന്ന് വരുന്ന മീസെൻകൈമൽ സെൽസ് ആണെങ്കിൽ ദേ വിൽ മൈഗ്രേറ്റ് ആൻഡ് വിൽ ഫോം ലിംബ് മസിൽ പ്രിക്കേഴ്സർ സെൽസ്. ഓക്കെ, സോ ഇങ്ങനെ 2 ടൈപ്സ് ഓഫ് മീസെൻകൈമൽ സെൽസ് വരുന്നുണ്ട്. ദാറ്റ് മീൻസ് ഹെട്രോജീനിയസ് പോപ്പുലേഷൻ ആണ് അവിടെ ഉള്ളത് മീസെൻകൈമൽ സെൽസിൻ്റെ. എന്നിട്ട് അവർ എന്ത് ചെയ്യും? ദേ വിൽ പ്രോലിഫറേറ്റ് അണ്ടർ ദ എക്ടോഡെർമൽ ടിഷ്യൂ ക്രിയേറ്റിംഗ് ദ ലിംബ് ബഡ്. സോ ലിംബ് ബഡിൻ്റെ ഗ്രോത്ത് എപ്പോഴും പ്രോക്സിമൽ ടു ഡിസ്റ്റൽ സൈഡിലേക്കായിരിക്കും. ഓക്കെ, സോ ഡിസ്റ്റലി ഗ്രോയിങ് ലിംബ് ബഡ്. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് ക്ലിയർ ആവുന്ന കാര്യം എന്താണ്? ഏറ്റവും ഫസ്റ്റിൽ നടക്കുന്ന ഓർഗനൈസേഷൻ അല്ലെങ്കിൽ ആക്സിസ് ഫോർമേഷൻ ഈസ് അലോങ് ദ പ്രോക്സിമൽ ടു ഡിസ്റ്റൽ ആക്സിസ്. അതിനുശേഷം മാത്രമേ മറ്റ് 2 ആക്സിസ് ഫോർമേഷൻ നടക്കുകയുള്ളൂ. ഏതാണ്? ഡോർസൽ വെൻട്രലും ആൻറ്റീരിയർ ടു പോസ്റ്റീരിയറും. ഓക്കെ, അവർ ലിംബ് ബഡ് ഈസ് ക്ലാസിഫൈഡ് അല്ലെങ്കിൽ ഡിവൈഡഡ് ഇൻ ടു 3 ഫങ്ഷണലി ഡിസ്റ്റിങ് ഡൊമൈൻ. എന്ന് വെച്ച് കഴിഞ്ഞാൽ 3 റീജൻസ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട് ബേസ്ഡ് ഓൺ ദ ഫങ്ഷൻസ് ദാറ്റ് ദേ പെർഫോം. ഓക്കെ, ഇനി ഏതൊക്കെയാണ് ദാറ്റ് റീജൻസ്? ഫസ്റ്റ് വൺ ഈസ് ദ പ്രോഗ്രസ് സോൺ അല്ലെങ്കിൽ PZ. സെക്കൻഡ് വൺ ഈസ് ദ സോൺ ഓഫ് പോളറൈസിങ് ആക്ടിവിറ്റി അല്ലെങ്കിൽ ZPA. ആൻഡ് തേർഡ് വൺ വിൽ ബി അപ്പിക്കൽ എക്ടോഡെർമൽ റിഡ്ജ് ഓർ AER. ഇനി നമുക്ക് ഈ പറഞ്ഞിരിക്കുന്ന ഓരോ റീജൻസും ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ബിഫോർ ദാറ്റ് we have to check about the axis. ഓക്കെ, അതായത് ഇതൊരു ലിംബിൻ്റെ ആൻറ്റീരിയർ പോസ്റ്റീരിയർ ആക്സിസ് കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ പ്രോക്സിമൽ ഡിസ്റ്റൽ ആക്സിസും ഇവിടെ കാണിക്കുന്നുണ്ട്. ഓക്കെ, സോ ഇതാണ് നമ്മൾ കണ്ട 3 ഡിഫറെൻറ്റ് റീജിയൻസ്. ഫസ്റ്റ് വൺ പ്രോഗ്രസ് സോൺ അല്ലെങ്കിൽ PZ, ദെൻ കംസ് സോൺ ഓഫ് പോളറൈസിങ് ആക്ടിവിറ്റി, ദെൻ കംസ് അപ്പിക്കൽ എക്ടോഡെർമൽ റിഡ്ജ്. ഓക്കെ, ഇനി ഇതിൻ്റെ ഓരോന്നിൻ്റെ ഡീറ്റെയിൽ നോക്കാം. അതായത് ഫസ്റ്റ് ഓഫ് ഓൾ പ്രോഗ്രസ് സോൺ എന്താണ്? ആസ് നെയിം സജസ്റ്റ് അവിടെ എന്തിൻ്റെയോ പ്രോഗ്രഷൻ നടക്കുന്നുണ്ട് അല്ലെങ്കിൽ എന്തോ ഒരു പ്രോഗ്രസ് ആയിട്ടുള്ളൊരു ആക്ടിവിറ്റി നടക്കുന്നുണ്ടെന്ന് നമുക്ക് വിചാരിക്കാം. സോ ഇവിടെ സംഭവിക്കുന്നത് വി നോ ദാറ്റ് ഇൻ ദിസ് റീജിയൻ ദർ ആർ മീസോകൈമൽ സെൽസ്, റൈറ്റ്? മീസെൻകൈമൽ സെൽസ് ഇവിടെയുണ്ട് ആൻഡ് ദേ ആർ കണ്ടിന്യൂസ്ലി പ്രോലിഫറേറ്റിംഗ്. അല്ലെങ്കിൽ ഈ ഒരു സോണിന് അൺഡിഫറൻഷിയേറ്റഡ് സോൺ എന്നും പറയാറുണ്ട്. കാരണം ഇവിടെ കണ്ടിന്യൂസ് പ്രോലിഫറേഷൻ ആണ് നടക്കുന്നത്. ഓൾ റൈറ്റ്, ആൻഡ് നെക്സ്റ്റ് കംസ് ദി AER അല്ലെങ്കിൽ അപ്പിക്കൽ എക്ടോഡെർമൽ റിഡ്ജ്. This is actually the ectoderm. Okay, this is the ectodermal portion and these regions gets thicken agum as a result, and the thickening of ectoderm leads to the formation of apical ectoderm ridge. Okay, so ee oru portion il ninnum there are some signals that will release to the progress zone. Okay, ഇവിടെ നിന്ന് കുറച്ച് സിഗ്നൽസ് പ്രോഗ്രസ് സോണിലോട്ട് റിലീസ് ചെയ്യുന്നുണ്ട്. എന്തിനു വേണ്ടിയിട്ടാണ്? സോ ദാറ്റ് ദ പ്രോലിഫറേഷൻ ഓഫ് മീസെൻകൈമൽ സെൽസ് ഈസ് മെയിൻറ്റെയിൻഡ്. ഓക്കെ, അതായത് ഫസ്റ്റ് ഓഫ് ഓൾ ഈ എക്ടോഡെർമിൻ്റെ തിക്കനിങ് നടക്കുന്നുണ്ട്. ആസ് എ റിസൾട്ട് ഇവിടെ AER ഫോം ചെയ്തു ആൻഡ് ഇവിടെ നിന്ന് കുറച്ച് സിഗ്നൽസ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ദാറ്റ് സിഗ്നൽസ് എന്തിനു വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നു? ടു മെയിൻറ്റെയിൻ ദ പ്രോലിഫറേഷൻ ഓഫ് മീസെൻകൈമൽ സെൽസ് ആൻഡ് ദിസ് ഈസ് ദ പ്രോഗ്രസ് സോൺ. നെക്സ്റ്റ് കംസ് സോൺ ഓഫ് പോളറൈസിങ് ആക്ടിവിറ്റി. ഇതെന്താ ചെയ്യുന്നത്? ഇറ്റ് ഈസ് സീൻ ഇൻ ദി പോസ്റ്റീരിയർ സൈഡ് ഓഫ് ദ പ്രോഗ്രസ് സോൺ. ഓക്കെ, ഇത്രയും മനസ്സിലായല്ലോ. പോസ്റ്റീരിയർ സൈഡ് ഓഫ് ദ പ്രോഗ്രസ് സോണിലാണ് ZPA നമുക്ക് ഒബ്സർവ് ചെയ്യാൻ പറ്റുന്നത്. ഓൾ റൈറ്റ്, ഇനി എന്താണ് ഈ ആക്സിസ് ഡിറ്റർമിനേഷനും ഈ 3 റീജിയൻസിനുമുള്ള ഒരു ബന്ധം? സോ ദ റിലേഷൻഷിപ്പ് ഈസ് ദാറ്റ് ദിസ് AER ഡിറ്റർമൈൻസ് ദ പ്രോക്സിമൽ ഡിസ്റ്റൽ ആക്സിസ് ഓഫ് ദ ലിംബ്. ഓക്കെ, അതിന് റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വി നോ ദാറ്റ് ദ തിക്കനിങ് ഓഫ് എക്ടോഡെർം ലീഡ്സ് ടു AER ആൻഡ് ദിസ് പോർഷൻ ഈസ് ദ ഡിസ്റ്റൽ എൻഡ് ഓഫ് ദ ലിംബ്. ഓക്കെ, പ്രോക്സിമൽ എൻഡിൽ AER ഇല്ല. ആസ് എ റിസൾട്ട് നമുക്കറിയാം ഇതിൽ നിന്ന് കൺക്ലൂഡ് ചെയ്യാൻ പറ്റും AER മീൻസ് ദ ഒക്കറൻസ് ഓഫ് ഡിസ്റ്റൽ എൻഡ് ആൻഡ് ഓപ്പോസിറ്റ് ടു ദാറ്റ് എൻഡ് വിൽ ബി ഒബ്വിയസ്ലി പ്രോക്സിമൽ എൻഡ്. ഓൾ റൈറ്റ്, ദെൻ സോൺ ഓഫ് പോളറൈസിങ് ആക്ടിവിറ്റി എങ്ങനെയാണ്? ഇവർ നമ്മൾ ആദ്യമേ പറഞ്ഞു ഇറ്റ് ഈസ് ഒബ്സർവ്ഡ് അറ്റ് ദ പോസ്റ്റീരിയർ സൈഡ് ഓഫ് ദ പ്രോഗ്രസ് സോൺ. ആൻറ്റീരിയർ സൈഡിൽ ZPA ഇല്ല. ആസ് എ റിസൾട്ട് അവിടെ ആൻറ്റീരിയർ പോസ്റ്റീരിയർ ആക്സിസും എസ്റ്റാബ്ലിഷ് ആവുന്നുണ്ട്. ഓക്കെ, സോ ഇവിടെ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ഈ 2 പ്രോക്സിമൽ ഡിസ്റ്റൽ ആക്സിസും ആൻറ്റീരിയർ പോസ്റ്റീരിയർ ആക്സിസും അങ്ങനെ ഇവിടെ എസ്റ്റാബ്ലിഷ് ആവുന്നുണ്ട്. സോ ദിസ് ഈസ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദ
between these regions AER, ZPA, progress zone and this axis. Okay.